ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിൽ ശസ്ത്രക്രിയയ്ക്കിടെ വയറ്റിൽ കത്രിക മറന്നുവെച്ച സംഭവത്തിൽ ഡോക്ടർ ജെ ഷാഹിദയ്ക്ക് വീഴ്ചയില്ലെന്ന് അന്വേഷണ സമിതി. പ്രോട്ടോകോൾ പാലിക്കാനാകാത്തതും ജീവനക്കാരുടെ കുറവും ചൂണ്ടിക്കാട്ടിയുള്ള അന്വേഷണ റിപ്പോർട്ട് ഇന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജിന് കൈമാറും. അതേസമയം ശസ്ത്രക്രിയാ പിഴവിൽ കൂടുതൽ പേരെ പ്രതി ചേർക്കാനാണ് പോലീസിന്റെ നീക്കം. നിലവിൽ കൊച്ചി അമൃത ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുന്ന ഉഷ ജോസഫിന്റെ ആരോഗ്യനില തൃപ്തികരമെന്ന് ഡോക്ടേഴ്സ് അറിയിച്ചു. അശ്വിൻ പാലാഴി വിശദാംശങ്ങളുമായുണ്ട്. അശ്വിൻ, ഇതിൽ ഏറ്റവും പ്രധാനമായി ആരോഗ്യവകുപ്പിന്റെ അന്വേഷണ റിപ്പോർട്ടിലെ വിശദാംശങ്ങളാണുള്ളത്. അതിൽ ഈ ഡോക്ടറുടെ ഭാഗത്ത് വീഴ്ച പറ്റിയിട്ടില്ല, കൃത്യമായി എല്ലാ ഉപകരണങ്ങളും തിരിച്ചു വെച്ചോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. ആ മറുപടി ലഭിച്ചതിന് ശേഷമാണ് തുന്നിക്കെട്ടിയത് എന്ന് പറയുമ്പോൾ അവിടെ വീഴ്ച പറ്റിയത് ആർക്ക് എന്ന ചോദ്യമാണ്. ഒപ്പം അവിടെ ജീവനക്കാരുടെ പരിമിതി ഉണ്ടായിരുന്നു, അത് കോവിഡ് സമയമായിരുന്നു എന്നൊക്കെയുള്ള ആ വിലയിരുത്തലിലേക്ക് ഈ അന്വേഷണ റിപ്പോർട്ട് എത്തിച്ചേരുന്നു എന്നതാണോ മനസ്സിലാക്കേണ്ടത്? അനുജ, ഈ വണ്ടാനത്തെ ചികിത്സാ പിഴവുമായി ബന്ധപ്പെട്ട് 2021 ആ ശസ്ത്രക്രിയ നടത്തിയ ടീമിലെ അംഗങ്ങളെ പൂർണ്ണമായും ഇന്നലെ ഈ പ്രത്യേക സംഘം, ആരോഗ്യമന്ത്രി നിയോഗിച്ച അന്വേഷണ സംഘം അവരുടെ മൊഴി രേഖപ്പെടുത്തിയിരുന്നു. അതിൽ നിന്നാണ് ഒരു അന്തിമ റിപ്പോർട്ട് നിലവിൽ തയ്യാറാക്കിയിരിക്കുന്നത്. ആ റിപ്പോർട്ടിലാണ് ഈ ആശുപത്രി ഉണ്ടായ വീഴ്ചകൾ എണ്ണി പറയുന്നതിനോടൊപ്പം ഈ ഡോക്ടർക്ക് ഇതിൽ വീഴ്ചയില്ല എന്നുള്ള ഒരു പ്രധാന പരാമർശം കൂടി ചേർന്നിരിക്കുന്നത്. ഡോക്ടറുടെ ഭാഗത്ത് ഒരു തെറ്റും ഈ കേസുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടില്ല എന്നുള്ളത് പറയുന്നത്. അതിൻ്റെ ഒരു ആകത്തുക ഇതാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ ഡോക്ടർക്ക് അതിൻ്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാനാവില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും അന്ന് ഈ സംഭവത്തിൽ അവിടെ നടന്നിരിക്കുന്ന കാര്യങ്ങൾ വിശദമായി തന്നെ ഈ റിപ്പോർട്ടിൽ പരാമർശിക്കുന്നുണ്ട്. ശസ്ത്രക്രിയ പൂർത്തിയായ ശേഷം ഈ മെഡിക്കൽ ഉപകരണങ്ങളെല്ലാം കൃത്യമായി സൂക്ഷിച്ചിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് ഉണ്ട് എന്ന് അന്നത്തെ സ്ക്രബ് നേഴ്സ് മറുപടി നൽകി എന്നുള്ള കാര്യങ്ങളടക്കം അതിൽ പരാമർശിച്ചിട്ടുണ്ട്. പക്ഷേ ഇതൊക്കെ ഈ കണ്ടെത്തലുകളൊക്കെ മറ്റൊന്നിൻ്റെയും അടിസ്ഥാനത്തിലല്ല, ഈ ശസ്ത്രക്രിയയിൽ പങ്കെടുത്ത മെഡിക്കൽ ടീമിലെ ആളുകളുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അവിടെയാണ് ഒരു പ്രത്യേക മെഡിക്കൽ ബോർഡ് രൂപീകരിച്ച് നടത്തുന്ന അന്വേഷണ ആവശ്യകത കൂടുതൽ പ്രധാനപ്പെട്ടതാകുന്നത്. നിലവിൽ ഇപ്പോൾ നടത്തിയിരിക്കുന്ന അന്വേഷണത്തിന് പുറമെ കൂടുതൽ ശാസ്ത്രീയമായ അന്വേഷണം ഇതിൽ വേണമെന്നുള്ളതാണ് പൊതുവെ ഉയരുന്ന ആവശ്യം. എന്തായാലും നിലവിൽ ഏക പ്രതിയാണ് കേസിലുള്ളത്. അത് ഡോക്ടർ ലളിതാംബികയാണ്. അന്നത്തെ നഴ്സും ഈ സംഘത്തിന്റെ ചീഫായിരുന്നു. അവരെ ഉടൻ തന്നെ ചോദ്യം ചെയ്യാനാണ് അമ്പലപ്പുഴ പോലീസിന്റെ തീരുമാനം. ആ ചോദ്യം ചെയ്യലിലൂടെ കൂടുതൽ വിവരങ്ങൾ എന്തെങ്കിലും ലഭിക്കുമോ എന്നുള്ളതാണ് നോക്കുന്നത്. അതിന് പുറമെ കൂടുതൽ ആളുകളെ ഈ കേസിൽ പ്രതി ചേർക്കും. അത് അന്ന് ശസ്ത്രക്രിയയുടെ സംഘത്തിലുണ്ടായിരുന്ന 9 പേരാണ്. ആ 9 പേരിൽ ആരെയൊക്കെ പ്രതി ചേർക്കണം എന്നുള്ള കാര്യത്തിൽ പോലീസ് വിശദമായി പരിശോധന നടത്തുകയാണ്. ആശുപത്രിയുടെ അന്ന് 2021 ഉഷ ചികിത്സ നടത്തിയതിൻ്റെ പൂർണ്ണമായും ഉള്ള രേഖകൾ, അതായത് അന്നത്തെ മെഡിക്കൽ രേഖകൾ പൂർണ്ണമായും പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിയിട്ടുണ്ട്. അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലായിരിക്കും തുടർ നീക്കങ്ങൾ. ഒപ്പം ഇന്നലെ ഓപ്പറേറ്റ് ചെയ്ത് പുറത്തെടുത്ത ഈ മെഡിക്കൽ ഉപകരണം അത് ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയക്കാനുള്ള നടപടികളും അന്തിമഘട്ടത്തിലാണ്. അനുജ, അതാണ് ആരോഗ്യ വകുപ്പിന്റെ അന്വേഷണ റിപ്പോർട്ടിലാണ് ഇപ്പോൾ ഡോക്ടർക്ക് വീഴ്ച പറ്റിയിട്ടില്ല എന്നൊക്കെയുള്ള കണ്ടെത്തലുള്ളത്. അത് ഇന്ന് തന്നെ ആരോഗ്യമന്ത്രിക്ക് സമർപ്പിക്കും. എന്നാൽ പോലീസിന്റെ നടപടി എന്നുള്ളത് ഡോക്ടർ ഷാഹിദി ഉൾപ്പെടെ പ്രതി ചേർക്കുക, കൂടുതൽ പേരെ പ്രതി ചേർക്കുക എന്നുള്ളതാണ്. അപ്പം ഉഷയുടെ ആരോഗ്യനില അതിൽ ആശങ്കപ്പെടാനൊന്നുമില്ല. കത്രിക പുറത്തെടുത്തിട്ടുണ്ട്. ഇന്നലെ തന്നെ ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയച്ചാകും അടുത്ത നടപടികൾ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.